ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ വന്നേക്കുന്നത് നമ്മുടെ ആലപ്പുഴ മുപ്പാടത്തിന് അടുത്തായിട്ടുള്ള കനാലില് വള്ളം വലി മത്സരം നടക്കുവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടാതെ അതിന്റെ അടിയിലുള്ള ഹൈപ്പും കൂടെ ഞെക്കിയേക്കണം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുതും. ഒരു അടിപൊളി മത്സരം തന്നെയാണ്. അപ്പം വള്ളം വലിയെന്ന് കേൾക്കുമ്പോ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ വരും, ഇതെന്തുവാണ് വള്ളം വലിയോ, ഇനി തെറ്റിപ്പോയതാണോന്ന്. അതല്ല, വള്ളം വലി തന്നെയാണ്, വള്ളം കളിയല്ല. ഈ വള്ളം വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വടം വലി എല്ലാവർക്കും അറിയാം, വള്ളം കളി എല്ലാവർക്കും അറിയാം. ഈ വടം വലിയും വള്ളം കളിയും കൂടെ കൂട്ടി മുട്ടിച്ചിട്ട് നടുക്കൊരു കെട്ടിട്ടിട്ട് വലിച്ചോണ്ട് പോകുന്നതാണ് ഈ വള്ളം വലി. വള്ളം കളി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആലപ്പുഴക്കാരുടെ ഉത്സവമാണ്. എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളം കളി ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കാറുണ്ട്. നമ്മുടെ നെഹ്റുജിയുടെ കയ്യൊപ്പോട് കൂടിയ ആ ട്രോഫിക്ക് വേണ്ടിയുള്ള വാശിയേറിയ മത്സരമാണ്. അത് അടുത്ത ദിവസമാണ് കേട്ടോ. ഈ ഒരു വള്ളം വലിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വള്ളം കളി കണ്ടിട്ട് നമ്മുടെ ചൈനക്കാർക്ക് ഭയങ്കര കൊതി, ഭയങ്കര ആഗ്രഹം, അവരുടെ നാട്ടിൽ ഇതുപോലുള്ള വള്ളം കളി നടത്തണം. പക്ഷെ എന്ത് ചെയ്യാനാണ്, അപ്പൊ അവര് ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല, അവർക്ക് നടത്താനും പറ്റുന്നില്ല. അപ്പൊ അവര് കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് ഈ വള്ളം വലി എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്നറിയാവാ, ആ ചൈനക്കാരുടെ വള്ളം വലി ഇങ്ങോട്ട് അടിച്ചോണ്ട് വന്ന്, അതാരാന്നറിയാവോ? റെഡ് ബുള്ളുകാരി. അവരാരാണ്? ബുദ്ധിമാന്മാരല്ലേ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വള്ളം വലി നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അത് കാരണം നമ്മുടെ ആലപ്പുഴയിൽ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിൽ കൊണ്ടുവച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റി. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊണ്ടുവന്ന് ആദ്യം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വള്ളം വലി മത്സരം നടത്തിയ റെഡ് ബുൾ ടീമിന് 1000 ആശംസകള്. ഇനിയും നിങ്ങൾ ഇന്ത്യയിലുടനീളം ഇതുപോലുള്ള വേറിട്ട മത്സരങ്ങൾ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വന്നതാണ്. ഇവിടെ പാസ് ഒക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡില് പാസ് എടുത്താണ് കയറേണ്ടത്. 100 രൂപയാണ് പാസ്. അപ്പൊ ഇപ്പുറത്തെ സൈഡിലൊന്നും പാസ് ഇല്ല. പക്ഷെ എന്ത് തന്നെയാണേലും ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി നമ്മളെ വാശിയേറിയ മത്സരം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. വേണ്ട, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. അതിനെക്കാട്ടി ഉപരി ഈ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ വള്ളം വലി മത്സരം കാണാൻ വേണ്ടിയുള്ള തിരക്കും കൂടെ ആണ് കേട്ടോ. എന്ത് തന്നെയാണേലും ഇത് കണ്ടപ്പോഴും ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷമായി കേട്ടോ. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല അത് കേട്ടപ്പോ, പക്ഷെ ഇവിടെ വന്നപ്പോ പറയാതിരിക്കാൻ വയ്യ. ഒന്നാമത് പ്രത്യേകിച്ച് ഇവിടുത്തെ കനാലിന്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാകത്തില്ലെന്നറിയാം ആലപ്പുഴയുടെ. അപ്പം വേറെ ഒരു സ്ഥലത്ത് ചെന്നാലും ഇത്രയും മനോഹരമായിട്ടുള്ള കനാലുകളൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. അത്രയ്ക്ക് നവീകരണമാണ് ഇവിടെ നടക്കുന്നത്. ടൂറിസത്തിന് ഭയങ്കര വികസനമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് നമ്മുടെ ആലപ്പുഴയിലാണ്. അപ്പം അവരെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോ വർഷം ചെല്ലും തോറും ഇതുപോലുള്ള പല മാറ്റങ്ങളാണ് വരുത്തുന്നത്. എന്ത് തന്നെയാണേലും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വാശിയേറിയ വള്ളം വലി മത്സരം ഇപ്പൊ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്താണേലും ഹാപ്പി ആയിട്ടിരിക്കുക. മത്സരം തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നത് തീർച്ചയാണ്. സോ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ആവേശം പകരാൻ നല്ലൊരു കൈ കൊടുക്കാം. പ്ലീസ് എല്ലാവരും please. Thank you. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. Over to the match officials. Both the teams. ഫ്രണ്ടിലോട്ട് പോകണ്ട കൽവാറ്റ, എവിടെ പോകുന്നു കേട്ടോ, പിന്നെ പിടിച്ച് സൈഡിൽ പോകുന്നു, എവിടോട്ട് പോകുന്നു? നിൽക്ക് ജോർദായകൻ നിൽക്കട്ടെ. കരുവാറ്റ മുന്നോട്ട് എടുക്ക്, കരുവാറ്റ മുന്നോട്ട് പിടിക്ക്. 11
പോട്ടെ പോട്ടെ, ഇച്ചിരി പോട്ടെ. കരുവാറ്റ ഓക്കെ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. വെള്ളം മുന്നോട്ട് എടുക്കണ്ട. ജോർജാങ്കരി എവിടെ പോണ്? മുന്നോട്ട് എടുക്കണ്ട. കരുവാറ്റ ഇച്ചിരി മുന്നോട്ട് പിടിച്ചേ. ഇച്ചിരി മുന്നോട്ട് പിടിക്കുക കരുവാറ്റ. ഓക്കെ, ഹോൾഡ് ഹോൾഡ്. Cruise, attention. So race number 6. Race number 6. It is Kuttanad versus Punnamada. Punnamada in yellow. Kuttanad in red. ഇവിടുന്ന് ഇറങ്ങരുത്. വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകും. കരുവാറ്റ പുറോട്ട് പിടിച്ചേ. കരുവാറ്റ പുറോട്ട് പിടിച്ചേ. കരുവാറ്റ ആളിറങ്ങാതെ പിള്ളേരിറങ്ങാതെ പുറോട്ട് പിടിച്ചേ. കരുവാറ്റ പുറോട്ട് പിടി. വള്ളം കളിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? ഇവിടെ ഒരു വ്യത്യസ്തമായ ഫോർമാറ്റ് വള്ളം വലിയാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? എൻജോയ് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ്? ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് എന്നതും പ്രത്യേകതയാണ് അല്ലെ? എന്താ പറയുന്നത്? ഇത് വളരെ നല്ലൊരു ഇതാണ്. നല്ലൊരിതാണ്. ഇതിനെ പറ്റി നല്ലൊരു ഇത് പറയാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇത് നല്ലൊരു ഇതാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലെ? അപ്പൊ ആ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്കൊരു ജേഴ്സി കൊടുക്കാം, ഒരു പ്രൈസ് കൊടുക്കാം. പ്രൈസ് പ്ലീസ്. അല്ല, ബാക്കി എല്ലാവരും ഒളിക്ക് വരുന്നു അല്ലെ? തക്കുടു. ഓക്കെ, തക്കുടു എന്നാണ് പേര്. ഒരു പ്രൈസ് കൊടുക്കാം പ്ലീസ്. ഓക്കെ, നമ്മുടെ ഫൈനൽ. അപ്പൊ വേറെ ആരാണ് ഇവിടെ? മുമ്പിലോട്ട് പേര് അങ്ങനെ മതി. അപ്പം ഇവിടെ ഫൈനൽ മത്സരത്തോട് അടുക്കാണ്. രണ്ട് ഫൈനൽ കൂടി, രണ്ട് കാറ്റഗറിയിലെ രണ്ട് ഫൈനൽസ് ആണ് ബാക്കിയുള്ളത്. ഷൈജു ദാമോദരന്റെ കമന്ററിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആവേശഭരിതമാവുകയാണ് അല്ലെ ഈ ഒരു മാഹോല് തന്നെ. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഫൈനലിൽ ആര് ജയിക്കും? പ്രഡിക്ഷൻ ഉണ്ടോ? കരുവാറ്റ വെള്ളം മുന്നോട്ട് പിടി. കരുവാറ്റ വെള്ളം മുന്നോട്ട് പിടിച്ചിട്ട് വെള്ളം പിടിച്ച് സ്റ്റോപ്പ് ചെയ്തിടുക. സ്റ്റാർട്ട് ചെയ്തില്ല, പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പോട്ടെ, കരുവാറ്റ മുന്നോട്ട് പോട്ടെ. കരുവാറ്റ നേരെ സെന്ററിലിട്ട് മുന്നോട്ട് പോട്ടെ. മുന്നോട്ടിട്ട് കിടക്ക്. മുന്നോട്ടിട്ട് കിടക്ക്. അവരുടെ വരട്ടെ. ഒരിക്കൽ കൂടി ഇന്നത്തെ ചിങ്ങമൂന്ന്
Collector of Alappuzha, DTPC Alapi, Sports Council Alappuzha, Kerala Police Department, Fire and Rescue Department, Muslim Heritage, Park Authorities, and event officials, the sports event partner, Sports